ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PNC മാക്കിന്റെ സെക്കൻഡ് അലോട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. PNC മാക്ക് വഴിയുള്ള BSc നഴ്സിംഗിന്റെ അഡ്മിഷന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് 29/8/2024 പബ്ലിഷ് ചെയ്യുന്നത്. നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെയും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാത്തവരുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ കോളേജിൽ എത്ര കുട്ടികളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്താൽ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പല കുട്ടികളുടെയും ഒരു ഡൗട്ടാണ് PNC മാക്കിന് എത്ര അലോട്ട്മെന്റ് ഉണ്ടെന്ന്. സാധാരണയായിട്ട് 5 അല്ലെങ്കിൽ 6 അലോട്ട്മെന്റുകളൊക്കെ PNC മാക്കിന് ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യം അത്രയും അലോട്ട്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ എല്ലാവരും നിർബന്ധമായിട്ടും ടോക്കൺ ഫീ അടയ്ക്കേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് സെക്യൂർ ആകത്തുള്ളൂ. അപ്പോൾ ഈ ടോക്കൺ ഫീ അടച്ച് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് സെക്യൂർ ചെയ്യുക. നിങ്ങൾ ടോക്കൺ ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ 10,000 രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ഈ പേയ്മെന്റ് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കോളേജിൽ അടയ്ക്കേണ്ട ഫീയിൽ നിന്ന് കുറച്ചിട്ടുള്ള പേയ്മെന്റ് ആണ്. ആദ്യത്തെ വർഷം ഏകദേശം നിങ്ങൾ 1,00,000 രൂപയോളം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 10,000 രൂപ നിങ്ങൾ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കോഴ്സ് അവസാനിക്കുമ്പോൾ തിരികെ ലഭിക്കുന്നതാണ്. ഇനി PNC മാക്കിൽ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ ടോക്കൺ ഫീ അടച്ചു, അതിനുശേഷം LBSൽ അലോട്ട്മെന്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ അടച്ച ഫീ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ സെക്യൂർ ചെയ്യുക. എങ്കിൽ മാത്രമാണ് അടുത്ത അലോട്ട്മെന്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റും കൂടി നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കുക.